Hello everyone. So, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ്. അതിൽ പ്രീമിയം ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. സോ വൈ ആർ, എന്തുകൊണ്ട് നമ്മൾ ആർ പ്രോഗ്രാമിംഗ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വൈ വി ആർ ഗോയിങ് ടു ചൂസ് ആർ. സോ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആർ എന്ന് പറഞ്ഞത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ട് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കാരണം നമുക്ക് എപ്പോഴും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് അല്ല ഐക്കൺസിൽ നിന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പാരിറ്റീവ്ലി നമ്മളൊക്കെ ഈസി എന്ന് പറയുന്നത്. കാരണം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത് പഠിച്ചെടുത്ത് നമ്മൾ അതിനെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ കോഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഇസ് നോട്ട് ഒരു ലേമാൻ എളുപ്പമായിരിക്കത്തില്ല. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നവർ അത് യൂസ്ഡ് ആവണം എന്നുള്ളത് മാത്രം. സോ നമ്മൾ ആർ പ്രോഗ്രാമിങ്ങിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്നുള്ളതാണ്. ആർ പ്രോഗ്രാമിംഗ് ഇസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. സോ ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അവിടെ ഒത്തിരി അപ്ഡേഷൻസ് വരുന്നുണ്ട്, ഒത്തിരി ലൈബ്രറീസും പാക്കേജസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇതിന് പേ ചെയ്യേണ്ടതില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആർ എന്ന് പറയുന്നത് ഒരു കോഡിംഗ്, ഒരു സർട്ടൻ ലെവൽ ഓഫ് കോഡിംഗ് ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ അത് ഒരു രീതിക്ക് മേ ബി ഒരു നെഗറ്റീവ് ആണെന്ന് പറയാം ആസ് എ ലേമാനെ കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോസിറ്റീവ് തിങ്. കാരണം നമുക്ക് കോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സിറ്റുവേഷൻസിനെയും അനലൈസ് ചെയ്യാം, ഏത് സിറ്റുവേഷൻസിനെയും അതിനനുസരിച്ച് കോഡ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അതിനൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും, ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടാൻ പറ്റും. പിന്നെ ഈ ആർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ is supported by the R Foundation for Statistical Computing. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ, ആർ ഫൗണ്ടേഷൻ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്, കാരണം നമ്മൾ കോഡ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ there are തേർഡ് പാർട്ടി ഇന്റർഫേസസ് ഉണ്ട്, തേർഡ് പാർട്ടി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് ഉണ്ട്, ആർ സ്റ്റുഡിയോ ഉണ്ട്, ജൂപിറ്റർ ഉണ്ട്, അങ്ങനെ പല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ അവിടെ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസേർട്ട് ഓപ്ഷൻസ് ഒക്കെ വഴി നമുക്ക് ഈ കോഡിങ്ങിന്റെ മെജോറിറ്റി പാർട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. സോ നമ്മൾ ഈവൻ ദോ വി ഇൻസ്റ്റാൾ ആർ, നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് എപ്പോഴും ആർ സ്റ്റുഡിയോ ഓൾസോ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഈ ആർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ നിന്നാണ്. സോ ആർ ഈസ് എൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ എസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ നമുക്കറിയാം സി എന്ന് പറയുന്നതിൽ നിന്ന് C++ ഉണ്ടായി, അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നതിൽ നിന്നാണ് ആർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ എസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വാസ് ക്രിയേറ്റഡ് ബൈ ജോൺ ചേംബേഴ്സ്, അതും ഇൻ 1976. സോ ആ ഒരു കാലഘട്ടത്തിലാണ് എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓൾറെഡി ഡെവലപ്പ് ആയത്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ബെൽ ലാബ്സ്. സോ ഇവിടെ ഞാൻ ഇമേജ് കൊടുത്തിരിക്കുന്നത് ബെൽ ലാബ്സിന്റെ ഒരു ലോഗോ വരുന്ന നോക്കിയ എന്ന് പറഞ്ഞ ഫോണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സോ അതിലാണ് ബെൽ ലാബ്സിലാണ്. സോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ വാസ് ക്രിയേറ്റഡ് ബൈ റോസ് ആൻഡ് റോബർട്ട് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ആക്ലൻഡ്, ന്യൂസിലാൻഡ്. ആൻഡ് അത് ക്രിയേറ്റഡ് ബൈ ദം, ഈ രണ്ടുപേരാണ് ക്രിയേറ്റ് ചെയ്തത്. അവരുടെ രണ്ടുപേരുടെയും പേരിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആർ ആയിരുന്നു. ആൻഡ് ഈ ഒരു സോഫ്റ്റ്വെയർ വാസ് ഓൾസോ നെയിംഡ് ആഫ്റ്റർ ദം. ഇറ്റ് വാസ് ആർ എന്നുള്ള നെയിം കൊടുക്കാൻ കാരണം ഈ റോസ് എന്നുള്ളതും റോബർട്ട് എന്നുള്ള നെയിം ആയിരുന്നു, ഈ ഫൗണ്ടേഴ്സിന്റെ നെയിം ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫർദർ ഡെവലപ്ഡ് ബൈ ദ ആർ ഡെവലപ്മെന്റ് കോർ ടീം, or it is being developed. ഇപ്പോഴും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറിൽ ഓരോ ദിവസവും പുതിയ പുതിയ പാക്കേജസ് വരുന്നുണ്ട്, പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ്. സോ ആർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത്
either നമുക്ക് ഈ ഒരു ഫുൾ അഡ്രസ്സ് cran.rproject.org എന്നുള്ള ഈ ഒരു ഫുൾ അഡ്രസ്സ് നമ്മൾ നമ്മുടെ സെർച്ച് ബട്ടണിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെർച്ച് ബാറിൽ നിന്ന് we will be directly taken to this page. ഇതാണ് അതിന്റെ ഡയറക്റ്റ് പേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ പോകും. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു ഫുൾ അഡ്രസ് ഓർക്കുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് CRAN നമ്മൾ ഗൂഗിളിൽ ഡയറക്ട്ലി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ we will be taken to this same page. സോ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബ്ലൂ കളറിൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ഓർ എന്ന് പറഞ്ഞ ഓപ്ഷന്റെ താഴെ ഡൗൺലോഡ് R for Linux, ഡൗൺലോഡ് R for Mac OS or ഡൗൺലോഡ് R for Windows, ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ഏതാണോ നമ്മുടെ സിസ്റ്റം ആൻഡ് ഏതാണോ നമ്മുടെ OS അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് ഫോർ എ വിൻഡോസിന്റെ ലാപ്പ് ആണെങ്കിൽ, വിൻഡോസ് ആണ് നമ്മുടെ OS എങ്കിൽ നമുക്ക് ഡൗൺലോഡ് R for Windows ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ Mac then we can go for Mac OS. അല്ലെങ്കിൽ ലിനക്സ് ആണ് നമ്മുടെ OS ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലിനക്സ് ചൂസ് ചെയ്യാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ആവും. ആ ഫയൽ ഡൗൺലോഡ് ആവുന്നത് മാക് OS എന്ന് വെച്ചാൽ ആപ്പിളിന്റെ സിസ്റ്റത്തിനാണെങ്കിൽ നമുക്കത് ഒരു DMG ഫയൽ ആയിരിക്കും സേവ് ആവുന്നത്, ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫോർ other two, the Linux and the Windows, it will be an exe file. So അങ്ങനത്തെ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ആ ഡൗൺലോഡ് ആയിരിക്കുന്ന ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊരു സെറ്റപ്പ് പ്രോഗ്രാം ആയിരിക്കും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു സെറ്റപ്പ് പ്രോഗ്രാമിലേക്ക് പോകും. സോ അവിടെ ഇൻസ്റ്റാൾ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അതിനുള്ള കമാൻഡ്സ് നോക്കി നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളിംഗ് R എന്നുള്ള ഒരു സെക്ഷൻ. സോ ഇൻസ്റ്റാളിംഗ് R നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സേവ്ഡ് ഐദർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ, ഇല്ലെങ്കിൽ അത് പ്രോഗ്രാംസിൽ ഉണ്ടാവും. സോ അവിടെ നിന്ന് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ we can go into it. സോ അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് വിൻഡോ. ഇവിടെ ഇതിപ്പോ മാക്ബുക്ക് വേർഷനിലുള്ളതാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ അത് മാക്ബുക്ക് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നത് വളരെ സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമായിരിക്കും. അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. എനിക്കാണ് ഇവിടെ കുറച്ച് വാർണിംഗ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മേ ബി ഒത്തിരി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആവണമെന്നില്ല. ബിക്കോസ് ഞാനിത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈക്ക് ഒരു 2-3 months ഒക്കെ ആയി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിൽ കയറി നോക്കാം. എന്താ വെച്ചാൽ ഈ ഒരു ക്രാൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നോക്കാം. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് വരുന്ന, വളരെ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേഷൻസ് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ R സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു R സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക, ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമുക്ക് ധാരാളം പാക്കേജസ് അവൈലബിൾ ആണ് R-ൽ. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് സിറ്റുവേഷനെയും അനലൈസ് ചെയ്യാനുള്ള പാക്കേജ് നമുക്ക് R-ന്റെ പാക്കേജ് ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ലൈക്ക് R സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ തന്നെ യു ക്യാൻ സീ ഈ ഒരു വിൻഡോയില് ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വർക്ക് സ്പേസ്, പാക്കേജസ് ആൻഡ് ഡാറ്റ, മിസലേനിയസ്, വിൻഡോസ് ആൻഡ് ഹെൽപ്പ്, ഇത്രയും ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ നിന്ന് ഫയലിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂ കൺസോൾ എന്ന് പറഞ്ഞത് ചൂസ് ചെയ്യാം. ഇപ്പൊ ഇത് ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു വിൻഡോ ആണ് R കൺസോൾ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ട്. ആ ഗ്രേറ്റർ ദാൻ സൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് പോലത്തെ ഒരു സൈൻ ഉണ്ട്. സോ അവിടെയാണ് നമ്മൾ ഓരോ കമാൻഡ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ R പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഓരോ വാല്യൂസിനെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത് ഈ R എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിന് നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റും. കാരണം R എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താലും അതിന്റെയൊക്കെ
ഡാറ്റ നമുക്ക് ഐദർ ഇറ്റ് വിൽ ബി ഗിവൺ ഫ്രം നെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിലും നമുക്ക് അതിന്റെ സൈഡിലായിട്ട് ലൈക്ക് അതിന്റെ മെമ്മറിയിലുള്ളത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോഡിലൊക്കെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ മാർക്ക് ഓഫ് ദാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാക്കേജിൽ അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പാക്കേജിലുള്ള കീവേഡ് ആണെങ്കിൽ ആ വേർഡിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ആർ തന്നെ പറഞ്ഞു തരും. സോ ആർ എന്ന് പറഞ്ഞത് വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ എല്ലാവരും ട്രൈ ടു ഇൻസ്റ്റാൾ ദിസ്. സോ ആസ് ഫാർ as നമ്മുടെ പേപ്പർ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ആർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആസ് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ആർ സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ആർ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് കോഡിങ് മാത്രം പഠിച്ചാൽ പോരാ. കോഡിങ് പഠിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ നോക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഇറ്റ്. സോ ഇത്രയായിരുന്നു എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്താണ് ഈ ആറിന്റെ ഹിസ്റ്ററി, ആരാണ് ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. So hope everyone liked it, and thank you for listening.